ഏവർക്കും ദുഃഖാന പെരുന്നാളിന്റെ ആശംസകൾ നേരുകയാണ്. അവനോടൊപ്പം മരിക്കാൻ നമ്മൾക്കും പോകാം. വിധുയോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 16 വാക്യത്തിൽ മറ്റ് ശിഷ്യരോട് ദിദിമോസ് എന്ന തോമസ് പറയുന്ന വാക്കുകളാണിത്. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യോഹന്നാൻ 11 അധ്യായം 8 വാക്യത്തിൽ മറ്റ് ശിഷ്യർ യേശുവിനോട് പറഞ്ഞപ്പോൾ അത് കേട്ടു നിന്ന തോമ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തൊരു വിശ്വാസ തീഷ്ണതയാണ് ഈ വാക്കുകളിൽ. വിശുദ്ധ തോമാസ്ലീഹയുടെ സംഭാഷണങ്ങൾ ബൈബിളിൽ ആകെ എത്ര സന്ദർഭങ്ങളിലാണ്? വെറും 4 സന്ദർഭങ്ങളിലാണ്. മറ്റു ചില ശിഷ്യരുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഒട്ടും സംഭാഷണമില്ലാത്ത ശിഷ്യരുമുണ്ട്. നമുക്ക് ഈ 4 വാക്യങ്ങൾ വിശുദ്ധ തോമാസ്ലീഹയുടെ വാക്യങ്ങളായി, സംഭാഷണങ്ങളായി, സുവിശേഷങ്ങളിലുള്ള, പുതിയ നിയമങ്ങളിലുള്ള വാക്കുകളെ എടുത്തു പറയുകയാണ്. നമുക്ക് പോകാം, അവനോട് കൂടെ മരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 16 വാക്യത്തിൽ വഴി എങ്ങനെ അറിയും? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 5 വാക്യം ഞാൻ വിശ്വസിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 25 വാക്യം എന്റെ കർത്താവും എന്റെ ദൈവവും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 28 വാക്യം. ഇത്രയും 4 സംസാരങ്ങളാണ് ബൈബിളിൽ വിശുദ്ധ തോമാസ്ലീഹയുടേതായിട്ട് വരുന്നത്. തോമാസ്ലീഹയുടെ ഈ 4 സംസാരങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആത്മീയമായ യാത്ര വ്യക്തമായി കാണാം. ധൈര്യം, എന്തൊരു ധൈര്യമാണ് നമുക്ക് മരിക്കാമെന്ന് പറയുന്നത്. സംശയം, വഴി എങ്ങനെ അറിയും? തെളിവന്വേഷിക്കൽ, ഞാൻ കണ്ടില്ലെങ്കിൽ വിശ്വസിക്കില്ല. പരിപൂർണമായ വിശ്വാസം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അവിടെ ഒരു ഡിക്ലറേഷൻ നടന്നത് ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞു ശിഷ്യന്മാരിൽ, പിന്നെ പറയുന്നത് ആരാണ്? വിശുദ്ധ തോമയാണ് പറയുന്നത്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന്. അതിനാൽ ബൈബിൾ തോമാസ്ലീഹയെ വെറും സംശയിച്ച ശിഷ്യൻ എന്നല്ല പറയുന്നത്, മറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒടുവിൽ ഏറ്റവും ആഴത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തിയ അപ്പോസ്തലൻ എന്ന നിലയിലാണ് വിശുദ്ധ തോമാസ്ലീഹയെ ബൈബിൾ അവതരിപ്പിക്കുന്നത് എന്ന് കൂടി അറിയണേ. നാം ഇന്ന് വിശുദ്ധ തോമാസ്ലീഹയുടെ ജീവിതത്തിലൂടെ, അദ്ദേഹം വന്ന വഴികളിലൂടെ, വിശുദ്ധന്റെ കാൽപ്പാടുകളിലൂടെ, വിശുദ്ധന്റെ തിരുശേഷിപ്പുകളിലൂടെ നമ്മൾക്കും സഞ്ചരിക്കാം. 5000 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത തിരുശേഷിപ്പാണ് അദ്ദേഹത്തിന്റെ. 3 ഇടങ്ങളിലാണ് തിരുശേഷിപ്പുള്ളത്. എല്ലാം പറയാം. ഏവർക്കും ഈശ്വരൻ. നമസ്കാരം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തോമാസ്ലീഹയുടെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ദുഃഖാന തിരുനാളിന്റെ ആശംസകളാണ് ഞാൻ ആദ്യം നൽകിയത്. കാരണം മറ്റൊന്നുമല്ല, ജൂലൈ 3 തീയതി ദുഃഖാന പെരുന്നാളാണ്. ഈ ദുഃഖാന തിരുനാളിന് ദുഃഖാനയെ പറ്റി വളരെ ചെറുതായിട്ടാണ് പലയിടങ്ങളിലും ലഭിക്കുന്നത്. എന്നാൽ ആ ദുഃഖാന തിരുനാളിനെ പറ്റി കൂടുതലായി നിങ്ങൾക്ക് നൽകുകയാണ് 3 ദിവസങ്ങളിലായി. തുടങ്ങുകയാണ് ദുഃഖാനയിലേക്ക്. ദുഃഖറാന എന്ന് നമ്മൾ വെച്ചിട്ട് പറയാറുണ്ട്. എന്നാൽ ദുഃഖറാന, ദുഃഖം എന്ന് പറയില്ലേ, അതിന്റെ ദുഃഖറാനയാണ് റൈറ്റ്. ദുഃഖറാന എന്നത് അത് ലോപിച്ച് നമ്മൾ പറയുന്നതാണ്. ഇനി തുടങ്ങുകയാണ് ദുഃഖറാനയിലേക്ക്. കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെ എത്തുന്നത്. മറ്റൊന്നുമല്ല, ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദുഃഖറാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
ജൂലൈ 3 എന്തുകൊണ്ടാണ് ദുഃഖറാനയായി ആഘോഷിക്കുന്നു? അദ്ദേഹത്തിന്റെ മരണത്തിരുന്നാളാണോ? ഇത് തോമാശ്ലീഹയുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? ഇത് തോമാശ്ലീഹയുടെ തിരുശേഷിപ്പുകൾ മൈലാപ്പൂരിലുള്ള സാന്തോം ബസിലിക്കയിലല്ലേ, അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെയാണ്? എന്തുകൊണ്ടാണ് എഡീസയിലേക്ക് തിരുശേഷിപ്പുകൾ കൊണ്ടുപോയത്? അത് മാറ്റിയത് എങ്ങനെ? അതിന്റെ ചരിത്രം എങ്ങനെ? പാരമ്പര്യം എങ്ങനെ? എന്തുകൊണ്ടാണ് വീണ്ടും തിരുശേഷിപ്പുകൾ എഡേസയിൽ നിന്നും മാറ്റേണ്ടി വന്നത്? അതെങ്ങോട്ടാണ് മാറ്റിയത്? അത് ഏത് ബസിലിക്കയിലാണ്? ഏതെല്ലാം സഭകളിലാണ് ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുന്നത്? ദുഃഖറാനയും സഭാദിനവും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ എങ്ങനെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായാണ് ഞാൻ വരുന്നത്. തോറാനയ്ക്ക് ആറാന ഒഴുകി വരുന്നത് കാണാൻ കാത്തിരുന്നൊരു കുട്ടിക്കാലം എനിക്കും പണ്ടുണ്ടായിരുന്നു. പഴമക്കാരുടെ ചൊല്ലാണിതെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞതോ അമ്മച്ചി പറഞ്ഞപ്പോഴാണ്. ഇന്ന് ആ ആറാനയാണ് നിങ്ങൾക്കേവർക്കുമായി തരുന്നത്. 4 വീഡിയോകളിലായി വിശദമായി. തോറാന എന്ന് പറയുന്നത് ദുഃഖറാനയെ ലോപിച്ചാണ് തോറാന എന്ന് പറയുന്നത്. അത് ആ ദിവസം ശക്തമായ മഴയായിരിക്കും എന്നാ പറയുന്നത്. ആ മലവെള്ളപ്പാച്ചിലിൽ ആനകൾ വരെ ഒഴുകി വരും എന്നാ പറയുന്നത്. ഇപ്പോൾ അത്രയധികം മഴകൾ ഒന്നും ഇല്ല. എങ്കിലും തോറാനയെ ആറാനയുടെ ഒഴുക്കായി ഞങ്ങൾക്കാണ്. ദുഃഖറാന എന്നതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. ദുഃഖറാന എന്ന സുറിയാനി ഭാഷയിലെ ദുഃഖറാന എന്ന വാക്കിൽ നിന്നാണ് ദുഃഖറാന വന്നത്. അതിൻ്റെ അർത്ഥം മരണം എന്നല്ല, ഓർമ്മ, സ്മരണ, അനുസ്മരണം എന്നാണ് ഈ ദുഃഖറാനയുടെ അർത്ഥം. ഓർക്കുക, ഓർമ്മ, സ്മരണ, അനുസ്മരണം. ഇന്ത്യൻ ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഇത് പ്രധാനമായും തോമസ് ദി അപ്പോസ്റ്റലിന്റെ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാദിനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗതമായി ജൂലൈ 3-നാണ് ദുഃഖറാന ആഘോഷിക്കാറുള്ളത്. ഈ ദിവസം വിശുദ്ധ തോമാശ്ലീഹ സെയിന്റ് തോമസ് മൗണ്ടിൽ രക്തസാക്ഷിയായതിന്റെ ഓർമ്മ ദിനമായാണ് ആചരിക്കുന്നത്. ചരിത്രം എങ്ങനെ ആരംഭിച്ചു? അങ്ങനെ ഞാനും ഒരു ദിവസം കൂടി പോയി. ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു. വളരെ ഹൃദ്യമായ വരവേൽപ്പായിരുന്നു മദർ തെരേസ കോൺവെന്റിൽ നമ്മൾ കിട്ടിയത്. സുപ്പീരിയർ ആൽബർട്ടിനെയാണ് ഞങ്ങളെ സ്വീകരിക്കുകയും അവിടുന്ന് തന്നെ ഞങ്ങളെ വണ്ടിയിലാണ് അവരെ കൊണ്ടുവന്നത്. ഒത്തിരിയധികം സ്നേഹത്തിലായിരുന്നു. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ തിരികെ പോരുമ്പോ ചെന്നൈ സെൻട്രലിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് കിട്ടി. വിശുദ്ധ തോമസ് ദി അപ്പോസ്റ്റലിനെ ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ കബറിടം കാണണമെന്ന് തോന്നി. ഞങ്ങൾ രണ്ടുപേരും വെളുപ്പിനെ തന്നെ ട്രെയിൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ യാത്രയായി സെയിന്റ് തോമസിന്റെ കുടീരത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ പള്ളി തുറന്നിട്ടില്ലായിരുന്നു. കപ്പ്യാരോടെ ഉണ്ടായിരുന്നു. കപ്പ്യാരെ വിളിച്ച് സംസാരിച്ചു കാര്യങ്ങള്. അങ്ങനെ കപ്പ്യാരെ പ്രത്യേക സാങ്ഷനോട് ഞങ്ങൾ അകത്ത് കയറ്റി. പള്ളി തുറക്കുന്നതിന് മുമ്പേ, ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അകത്ത് കയറ്റി. ഏതാണ്ടോ വെളുപ്പിന് 4 മണിയായി കാണും. ഞങ്ങളുടെ ആഗ്രഹം തോമാശ്ലീഹ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ആ കപ്പ്യാർ ആ സമയത്ത് എഴുന്നേൽക്കുന്നതല്ല, പുറത്തേക്ക് വരുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, ആരോ ഞങ്ങളെ വിളിക്കുന്നതായിട്ട് തോന്നി എന്ന് കരുതിയാണ് അദ്ദേഹം എത്തിയത്. ഞങ്ങൾ സംസാരിച്ചു, അകത്ത് കയറി. ഇത് തോമാശ്ലീഹയുടെ കബറിടത്തിലേക്ക് എത്തി. തോമാശ്ലീഹയുടെ കബറിടത്തിലെ തോമാശ്ലീഹയുടെ മുഴുവൻ ഭൗതിക ശരീരമല്ല, അതിലൊരു ഭാഗം മറ്റൊരു ഭാഗം ഒറോട്ടോണയിലേക്ക്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ആദ്യകാലം മുതൽ, അതായത് ആദിമകാലം മുതൽ കിഴക്കൻ സുറിയാനി സഭകളിൽ വിശുദ്ധരുടെ സ്മരണാ ദിനങ്ങൾ,
അതായത് ദുഃഖറാന ആചരിച്ചു വരുന്ന പതിവുണ്ടായിരുന്നു. ഇന്ത്യയിലെ നസ്രാണികൾക്കും ഈ സുറിയാനി പാരമ്പര്യം ലഭിച്ചു. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം കിഴക്കൻ നസ്രാണികളെ പറ്റിയും കിഴക്കൻ സുറിയാനി സഭകളെ പറ്റിയും കിഴക്കൻ സഭയുമായുള്ള നമ്മുടെ സുറിയാനി ബന്ധത്തെ പറ്റിയും. ആദിമകാലം മുതല് തോമാശ്ലീഹായുടെ സ്മരണ ദിനം ജൂലൈ 3-നായിരുന്നു. പിന്നീട് ഈ ദിവസം ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള തോമാശ്ലീഹായുടെ തിരുനാളായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം കാത്തോലിക്ക സഭയുടെ പൊതു കലണ്ടറിലും ജൂലൈ 3-ന് വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുനാൾ ഉൾപ്പെടുത്തി. എന്തുകൊണ്ടാണ് ജൂലൈ 3 വന്നത്? അതിനുള്ള ഉത്തരമാണ് പാരമ്പര്യങ്ങൾ അനുസരിച്ച് തോമാശ്ലീഹാ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ ചരിത്രങ്ങളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പത്താമൂട്ടത്ത് പോയിരുന്നു. ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയ്ക്കാണ്. അവിടെ ഒരു പള്ളി ഉണ്ടെന്ന് അറിഞ്ഞു, വളരെ പഴക്കം ചേർന്ന പള്ളി. ആ പള്ളിയിൽ ഞങ്ങൾ പോയി. ആ പള്ളിയിൽ ചെന്നപ്പോ വിശുദ്ധ തോമാശ്ലീഹായുടെ ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ട്രീ. ഇത് തോമാശ്ലീഹാ കഴിഞ്ഞു വരുന്ന ഓരോരുത്തര് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ലേ? നമ്മൾ അപ്പൂപ്പൻ കഴിഞ്ഞ് അപ്പച്ചൻ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ് എൻ്റെ മകൾ, അങ്ങനെ റൂട്ട് ഫാമിലി ട്രീ പോലെ വിശുദ്ധ തോമാശ്ലീഹായിൽ നിന്ന് തുടങ്ങുന്ന ശൃംഖല, അധികാര ശൃംഖല അല്ലെങ്കിൽ ആ പാരമ്പര്യ ശൃംഖല എന്ന് പറയുന്നത് എനിക്കൊത്തിരി അത്ഭുതമായി. ഓരോ ലത്തീൻ പള്ളിയിലും കാണാത്ത തലത്തിലുള്ളതാണ് ആ പള്ളിയിലുണ്ടായത്. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു, അതിനുവേണ്ടി പ്രത്യേകം വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ വിശുദ്ധ തോമാശ്ലീഹാ വന്നില്ല എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ തോമാശ്ലീഹായുടെ തെളിവുകൾ ഒത്തിരിയുണ്ട്. ഞാനത് നിങ്ങൾക്കായി ഞാൻ നൽകുന്നുണ്ട്. വിശുദ്ധ തോമാശ്ലീഹാ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ താഴെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ച് മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. പിന്നീട് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ എഡീസയിലേക്ക് മാറ്റിയതിന്റെ സ്മരണയുമായാണ് ജൂലൈ 3 ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ ദിവസമാണ് എഡീസയിലേക്ക് കൊണ്ടുപോയത് വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ. ആയതിനാലാണ് ഈ ദിവസം ദുഃഖറാനയായി സ്മരണ ദിനമായി ആചരിച്ചു പോരുന്നത്. ദുഃഖറാന എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് വിശുദ്ധ തോമാശ്ലീഹാ തന്നെയാണ്. പക്ഷേ ദുഃഖറാന എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല. സുറിയാനി ഭാഷയിൽ ഓർമ്മ അല്ലെങ്കിൽ സ്മരണ എന്നർത്ഥമുള്ള ഒരു പദമാണ്. അപ്പോൾ എന്തുകൊണ്ട് ജൂലൈ 3 ദുഃഖറാനയായി ആഘോഷിച്ചത്? എപ്പോഴാണ് ഈ പാരമ്പര്യം ആരംഭിച്ചത്? ഏതെല്ലാം സഭകളാണ് ആചരിച്ചത്? എല്ലാം നമുക്ക് അറിയാം. വിശുദ്ധ തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ബൈബിളിൽ വിവരിക്കുന്നില്ല. മരണത്തെപ്പറ്റി വിവരിക്കുന്നില്ല. വിശുദ്ധ തോമാശ്ലീഹാ ഇന്ത്യയിലാണ് പോയതെന്ന് പോലും വിവരിക്കുന്നില്ല. ഇന്ത്യ ബൈബിളിലുണ്ടോ? ഉണ്ട്. 2 പ്രാവശ്യം എസ്തറിന്റെ പുസ്തകത്തിലുണ്ട്, മക്കബായറിന്റെ 2 പുസ്തകത്തിലുണ്ട്. 2 പ്രാവശ്യം മക്കബായറിന്റെ പുസ്തകങ്ങളിലുണ്ട്, 2 പ്രാവശ്യം എസ്തറിന്റെ പുസ്തകങ്ങൾ. പിന്നെ എന്റെ തോമാശ്ലീഹാ ഇന്ത്യയിൽ പോയ കാര്യം പറയാത്തത്? അങ്ങനെയെങ്കിൽ മറ്റ് പല ശിഷ്യന്മാരുടെയും ആ വിവരണങ്ങൾ ഇല്ല. തോമാശ്ലീഹാ വർഷങ്ങളോളം ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. മൈലാപ്പൂരിലുള്ള സെയിന്റ് തോമസ് മൗണ്ടിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തം കൊണ്ട് ആക്രമിക്കപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം അവിടെ വെച്ച് രക്തസാക്ഷിയായി. മൃതദേഹം തൊട്ടടുത്തുള്ള മൈലാപ്പൂരിൽ സംസ്കരിക്കുകയും ഇന്നത്തെ സാൻ തോം ബസിലിക്കയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യത്തിലാണ്
ഇത് തോമാശ്ലീഹയുടെ വിശ്വാസ സത്യങ്ങൾ നിൽക്കുന്നത്, ബൈബിളിൽ അല്ല എന്ന് കൂടി ചിന്തിക്കുക. ചരിത്രത്തിലും അല്ല. ഇവ ആരാണ് തോമാശ്ലീഹയെ കൊന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെയാണ് ചരിത്രവും പാരമ്പര്യവും തമ്മിൽ വ്യത്യാസമുള്ളത്. പാരമ്പര്യങ്ങളിൽ പലവിധ വിവരണങ്ങൾ കാണാം. ചിലത് പ്രാദേശിക രാജാവിന്റെ അനുയായികളോ വേട്ടക്കാരോ കുന്തം കൊണ്ട് ആക്രമിച്ചെന്ന് പറയുന്നു. ചിലത് അദ്ദേഹം മതപരിവർത്തനം നടത്തിയതിൽ പ്രകോപിതരായ ചില ഗൂഢാലോചനകൾ നടത്തിയാണ് കൊന്നതെന്ന് പറയുന്നു. ചില പുരാണ ഗ്രന്ഥങ്ങൾ കൂടുതൽ വിശദമായ കഥകൾ അവതരിപ്പിക്കുന്നു. അവയെല്ലാം ചരിത്രപരമായി ഉറപ്പിക്കപ്പെട്ടതല്ല. കൊലപാതകം നടത്തിയ വ്യക്തിയുടെ പേരോ കൃത്യമായ സാഹചര്യങ്ങളോ വിശ്വസനീയമായ സമകാലിക രേഖകളിൽ നമുക്ക് ലഭ്യമല്ല. പുരാതനമായ സാക്ഷ്യങ്ങളിലൂടെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. വിശുദ്ധ തോമാശ്ലീഹയുടെ ഇന്ത്യയിലെ രക്തസാക്ഷിത്വത്തെ പിന്തുണയ്ക്കുന്ന ആദ്യകാല പരാമർശങ്ങളുള്ളത് ആക്ട്സ് ഓഫ് തോമസ്, അതായത് 3-ാം നൂറ്റാണ്ടിലുള്ള തോമസിന്റെ നടപടി പുസ്തകത്തിൽ നിന്നാണ്. അടുത്തത് 4-ാം നൂറ്റാണ്ടിലുള്ള എഫ്രൈം ഓഫ് സിറിയൻ, സിറിയയിലെ എഫ്രൈമിന്റെ 4-ാം നൂറ്റാണ്ടിലെ വിവരണത്തിലാണ്. അടുത്തത് ഗ്രിഗറി ഓഫ് നസിയാൻ, അടുത്തത് വിശുദ്ധ ജെറോം. ഇങ്ങനെ 4 പേരുടെ ചരിത്ര കണ്ടെത്തലിലൂടെയാണ് വിശുദ്ധ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നതെന്നും തോമാശ്ലീഹയുടെ ചരിത്രങ്ങളെ നമ്മൾക്ക് കിട്ടുന്നതും. ഈ തൊട്ടടുത്തുള്ളതല്ല, 3-ാം നൂറ്റാണ്ടിലും, അതായത് AD 125 കാലഘട്ടങ്ങള്, പിന്നെ 4-ാം നൂറ്റാണ്ടില്, പിന്നെ ഗ്രിഗറിയൻ നസിയൻസ്, വിശുദ്ധ ജെറോം ഒക്കെ 4-ാം നൂറ്റാണ്ടുകളിലാണ്. സഭാ പാരമ്പര്യം അനുസരിച്ച് AD 72 സാധാരണയായി ജൂലൈ 3-നോടനുബന്ധിച്ചാണ് തോമാശ്ലീഹയെ അനുസ്മരിക്കുന്നത്. ജൂലൈ 3 തോമാശ്ലീഹ രക്തസാക്ഷിത്വത്തിന്റെ കൃത്യമായ ചരിത്ര തീയതിയാണെന്ന് ഉറപ്പുള്ള തെളിവില്ല. പലരും പറയും തോമാശ്ലീഹ മരിച്ചത്, കൊല്ലപ്പെട്ടത് ജൂലൈ 3-നാണ്, ദുഃഖാന തിരുനാളിലെന്നാണ്. പക്ഷെ അതിന് ഒരു ഉറപ്പുള്ള തെളിവുകളും ഇല്ല, പാരമ്പര്യങ്ങളേ ഉള്ളൂ. ഈ ദിവസം പിന്നീട് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് മാറ്റിയതിന്റെ സ്മരണയായി ബന്ധപ്പെട്ട തിരുനാളാണെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് പല ചരിത്രകാരന്മാരും ഉറപ്പിക്കുന്നത്. ഒരു മനോഹരമായ ആത്മീയ ചിന്ത തോമാശ്ലീഹയെ പലരും സംശയിച്ച ശിഷ്യൻ എന്നാണ് ഓർക്കുന്നത്. എന്നാൽ സഭ അദ്ദേഹത്തെ ഓർക്കുന്നത് ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റിപ്പറഞ്ഞ അപ്പോസ്തലനായതാണ്. മറ്റൊരു അപ്പോസ്തലനും പറയാത്ത ഒന്ന് തന്നെയാണ് ആ വിശ്വാസ പ്രഖ്യാപനം. ആ വിശ്വാസത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷിയാണ് വിശുദ്ധ തോമാശ്ലീഹ. അദ്ദേഹത്തിന്റെ ജീവിതം സംശയത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്ക് എത്തിയതാണ്, സാക്ഷ്യത്തിൽ നിന്ന് രക്തസാക്ഷിത്വത്തിൽ എത്തിയതാണ്. ആ രക്തപങ്കിലമായ വിശ്വാസയാത്ര തന്നെയാണ് വിശുദ്ധ തോമാശ്ലീഹയുടെ. ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം ലൈനാണ് നൽകിയത് എന്ന് ചിന്തിക്കുക. കുറേശ്ശെ പലതിൽ നിന്നും ടച്ച് ചെയ്തു പോവുകയാണ്. വിശുദ്ധ തോമാശ്ലീഹയുടെ ചരിത്രങ്ങളിലേക്ക്, ഓരോ തലങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. വിശുദ്ധ തോമാശ്ലീഹ കൊല്ലപ്പെട്ടത് ഗുണ്ടഫർസ് രാജാവിന്റെ കാലത്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു ടൈം ലൈനിലേക്ക് ഞാൻ പോവുകയാണ്. വിശുദ്ധ തോമാശ്ലീഹയെ ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ വിശുദ്ധ തോമാശ്ലീഹയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ പിന്തുടർന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലെയും മരണശേഷവും അതിനുശേഷം തിരുശേഷിപ്പിന്റെയും എല്ലാ തലങ്ങളിലൂടെയും ദുഃഖാന തിരുനാളുകളുടെ ആവശ്യകതയുടെ വർഷങ്ങളെ പറ്റിയും ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. വിശുദ്ധ തോമാശ്ലീഹ AD 52-ലാണ് സഭാ പാരമ്പര്യമനുസരിച്ച് ഇന്ത്യയിലെ
മുസിരീസ്, അതായത് കൊടുങ്ങല്ലൂർ തീരത്ത് എത്തി സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചെന്നാണ് പറയുന്നത്. ഈ മുസിരീസിൽ എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ അദ്ദേഹം മറ്റ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവാം. എൻ്റെ സംശയം എദീസയിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ശിഷ്യനോടൊപ്പം. അദായി എന്നാണ് ആ ശിഷ്യന്റെ പേര്, അദായിയും മാരിയും. ഈ അദായിയെ സിറിയൻ പാരമ്പര്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ക്രിസ്തു അയച്ച 70 ശിഷ്യരിൽ ഒന്നാണ് അദായി എന്ന് പറയാം. എന്നാൽ വിശുദ്ധ തോമായുടെ വളരെ അടുത്ത ശിഷ്യനും കൂടിയാണ് അദായി. അദായി ആയിരുന്നു എഥേസയിലേക്ക് പോയത്. ഒരുപക്ഷെ വിശുദ്ധ തോമ അവിടെ സ്പർശിച്ചിട്ടുണ്ടാവാം. വിശുദ്ധ തോമസ് AD 52 മുതൽ 72 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിലും ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചത്. പാരമ്പര്യം അനുസരിച്ച് 7 പള്ളികൾ സ്ഥാപിച്ചു കേരളത്തിലും തിരുവിതാംകൂറിലും. AD 72 ചെന്നൈയിലെ സെയിന്റ് തോമസ് മൗണ്ടിൽ വെച്ച് ഒന്തമേറ്റ് രക്തസാക്ഷിയായി. AD 72 മൃതദേഹം മൈലാപ്പൂരിൽ സംസ്കരിച്ചു. ഇതാണ് ഇന്നത്തെ സാം തോം ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്ന് സഭാ പാരമ്പര്യം പറയുന്നു. AD 225 250 പാരമ്പര്യമനുസരിച്ച് തോമാസ് ലീഗായുടെ തിരുശേഷിപ്പുകളുടെ പ്രധാന ഭാഗം എഡീസയിലേക്ക് മാറ്റി. ഈ സംഭവത്തിന് സ്മരണയാണ് നമ്മുടെ ദുഃഖറാന പെരുന്നാള്. AD 4-ാം നൂറ്റാണ്ടിൽ എഫ്രൈം, സിറിയനിലെ എഫ്രൈം തൻ്റെ കൃതികളിൽ തോമാസ് ലീഗായുടെ തിരുശേഷിപ്പുകൾ എഡേസയിൽ ഉണ്ടെന്ന് പറയുന്നു. ഇത് ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും പുരാതനമായ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. AD 6-ാം നൂറ്റാണ്ടിൽ കോസ്മസ് ഇൻഡിക്കപ്ലസസ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ഇത് ഇന്ത്യയിലെ തോമ ക്രൈസ്തവരുടെ പുരാതനത്വത്തിന് ഒരു പ്രധാന സാക്ഷ്യവുമാണ്. AD 1293 മാർക്കോ പോളോ മൈലാപ്പൂർ സന്ദർശിച്ച് വിശുദ്ധ തോമാസയുടെ കബറിടത്തെക്കുറിച്ച് എഴുതുന്നു. അന്നും അത് വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നുവെന്ന് മാർക്കോ പോളോ രേഖപ്പെടുത്തുകയാണ്. AD 1523 പോർച്ചുഗീസ് എംപയർ മൈലാപ്പൂരിൽ തോമാസികയുടെ കബറിടത്തിന് മുകളിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. AD 1547 വിശുദ്ധ ഫ്രാൻസിസ് സേവർ മൈലാപ്പൂരിലെ തോമാസികയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ചതായി അദ്ദേഹത്തിന്റെ കത്തുകളിൽ പറയുന്നു. AD 1896 ഇന്നത്തെ മനോഹരമായ നിയോ ഗോത്തിക് ശൈലിയിലുള്ള സാൻതോം ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു. AD 1956 കത്തോലിക്ക സഭ ഈ ദേവാലയത്തെ മൈനർ ബസിലിക്ക ആയി ഉയർത്തി. ഇന്നത്തെ സ്ഥിതി പള്ളിയുടെ താഴത്തെ നിലയിൽ ക്രിപ്റ്റ് എന്ന് പറയും. തോമാസിയുടെ കബറിടം തീർത്ഥാടകർക്ക് ദർശിക്കാം. ഞങ്ങളും താഴെ പോയാണ് ദർശിച്ചത്. അന്ന് അവിടെ കുർബാനയുണ്ടായിരുന്നു. ആ ദിവസം കുർബാന വലിയൊരു ഭാഗ്യമാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് അവിടെ കുർബാന ഉണ്ടാവുക. അന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് വിശുദ്ധ കുർബാന കൂടാനായി വളരെ കുറച്ച് അച്ഛന്മാരാണ് ഉണ്ടായിരുന്നത്, കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകം അവിടെ സാങ്ഷനായി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇവിടെ തീർത്ഥാടനം നടത്തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. AD 72 ഒരു അപ്പോസ്തലന്റെ രക്തസാക്ഷിത്വത്തിൽ ആരംഭിച്ച ഈ ചരിത്രം ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ചെന്നൈയിലെ സാന്തോം ബസിലിക്കയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും സംഗമിക്കുന്ന ഇടമാണ് ഈ കബറിടം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ പറയുന്നത് വിശുദ്ധ തോമസ് എന്ന പേര്, തോമ എന്ന പേര്, ദിദിമോസ് എന്ന പേര്
എന്നിവയെ പറ്റിയാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിത്ത് തോമസ് വിജയുടെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഏവർക്കും നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.